ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക തക്കാളി കറിയാണ്. നമുക്കിത് നാടൻ സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെണ്ടയ്ക്ക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കേണ്ട ഒരു പച്ചക്കറിയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ അമിതവണ്ണമൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ്. നമ്മളിവിടെ ഒരു 4 തക്കാളി കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി തയ്യാറാക്കാനുള്ള മൺചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിയനായി കട്ട് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ഒരു സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 8 പച്ചമുളക് 2ആയി കീറിയത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം.
വെണ്ടയ്ക്കായും തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള തേങ്ങാരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനൊരു അരമുറി തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയോട് ചേർത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കടുക് വറുത്ത് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തക്കാളിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.